ഗുഡ് ഈവനിംഗ്. ഇത് മിഡിൽ സ്റ്റവറിന്റെ സമയം. നോക്കാം പ്രവാസ ലോകത്തെ സമഗ്രമായ വാർത്തകൾ. ഫലസ്തീൻ, ജോർദാൻ, ലെബനാൻ, സിറിയ രാജ്യങ്ങളുടെ ഭാഗങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച ഇസ്രായേൽ പുറത്തിറക്കിയ വിവാദ ഭൂപഠനത്തിനെതിരെ ഖത്തർ. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഭൂപടം മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി. 11 വ്യക്തികളെയും 8 സ്ഥാപനങ്ങളെയും UAE തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി. മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടി. തീവ്രവാദത്തെ തടയുവാനും അവർക്ക് ധനസഹായം നൽകുന്നവരെ പിടികൂടാനും തുടരുന്ന നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 11 വ്യക്തികളിൽ 9 പേരും UAE സ്വദേശികളാണ്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 8 സ്ഥാപനങ്ങളെയാണ് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വീഡിഷ് പൗരൻ യൂസഫ് ഹസൻ അഹമ്മദ് അൽ മുല്ല, UAE തുർക്കി പാസ്പോർട്ടുകളുള്ള സയ്യിദ് ഖദീം അൽ മരി, UAE സ്വീഡിഷ് പൗരത്വമുള്ള ഇബ്രാഹിം അഹമ്മദ് അൽ ഹമ്മാദി, UAE പൗരന്മാരായ ഇൽഹാം അബ്ദുള്ള അഹമ്മദ് അൽ ഹാഷിമി, ജസീം റാഷിദ് അൽ ഷംസി, ഖാലിദ് ഉബൈദ് അൽ സാബി, അബ്ദുറഹ്മാൻ അൽ സാബിരി, ഹുമൈദ് അബ്ദുള്ള അൽ നുഐമി, അലി ഹസൻ അൽ ഹമ്മാദി, മുഹമ്മദ് അലി അൽ ഹമ്മാദി, യമൻ പൗരനായ അബ്ദുറഹ്മാൻ അൽ ഹദ്രമി എന്നിവരാണ് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികൾ. UKയിലെ കാംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ, ഇമാജിൻ ലിമിറ്റഡ്, വെംബ്ലി ട്രീഡ് ലിമിറ്റഡ്, വസ്ല ഫോർ ഓൾ, ഫ്യൂച്ചർ ഗ്രാജുവേറ്റ്സ് ലിമിറ്റഡ്, യാസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്, ഹോൾഡ്കോ UK പ്രോപ്പർട്ടീസ്, നാഫൽ ക്യാപിറ്റൽ എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥാപനങ്ങൾ. വ്യക്തികൾക്കും ഈ സ്ഥാപനങ്ങൾക്കുമെതിരെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം നടപടികൾ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1, ദുബായ്. കുവൈറ്റിൽ ബയോമെട്രിക് പ്രക്രിയ പൂർത്തിയാകാത്ത പ്രവാസികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. നടപടികൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടവർക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനത്തിനും പുറത്തേക്ക് കടക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കുവൈത്തിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് ഇനി കടുത്ത നിയന്ത്രണങ്ങൾ. ഇത്തരക്കാർക്ക് സർക്കാർ ബാങ്കിംഗ് ഇടപാടുകളിലും നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 35 ലക്ഷത്തിലധികം പൗരന്മാരും പ്രവാസികളും ഇതിനകം ബയോമെട്രിക് പൂർത്തിയാക്കിയതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിലെ ഫസ്റ്റ് ലഫ്റ്റനന്റ് തലാൽ അൽ ഖാലിദി വ്യക്തമാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വദേശി പൗരന്മാരിൽ ഏകദേശം 9,56,000 പേർ പ്രക്രിയ പൂർത്തിയാക്കി. 16,000 പേരാണ് നിലവിൽ ബയോമെട്രിക്കിനായി അവശേഷിക്കുന്നത്. പ്രവാസികളിൽ 25 ലക്ഷം പേർ നടപടി പൂർത്തിയാക്കിയപ്പോൾ 1,81,718 പേർ ബാക്കിയുണ്ട്. ബിദൂനികളിൽ 82,000 പേരും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി ശേഷിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കാത്തവർക്കായി ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് 8 കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. പ്രതിദിനം 10,000 അപ്പോയിന്റ്മെന്റുകൾ വരെ കേന്ദ്രങ്ങളിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. 3 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാനാവും. സഹൽ ആപ്ലിക്കേഷൻ വഴിയോ മെറ്റ പോർട്ടൽ വഴിയോ മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുത്താണ് കേന്ദ്രങ്ങളിലെത്തേണ്ടത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പാഴാക്കുന്നതിനെതിരെയും ഭക്ഷ്യമാലിന്യം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. ജനറൽ ഫുഡ് സെക്യൂരിറ്റി അതോറിറ്റിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള ഫീൽഡ് പരിശോധനകൾക്കും സർവേകൾക്കും തുടക്കമായി. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പാഴാക്കി കളയുന്നതിനെതിരെയും മാലിന്യം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട പരിശോധനയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. ജനറൽ ഫുഡ് സെക്യൂരിറ്റി അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. സർവേയുടെ ഭാഗമായി ഉൽപാദനം, ഇറക്കുമതി, ഗതാഗതം, സംഭരണം, വിതരണം, ഉപഭോഗം തുടങ്ങിയ ഭക്ഷണ വിതരണ ശൃംഖലയിലെ എല്ലാ ഘട്ടങ്ങളിലെയും ഭക്ഷണനഷ്ടം പരിശോധിക്കും. ചില്ലറ വിപണികളിലെ മാലിന്യം, ഹോട്ടലുകളിലും വീടുകളിലും ഉപയോഗിക്കാതെ കളയുന്ന ഭക്ഷണം എന്നിവയും പരിശോധനയുടെ ഭാഗമാകും. മാലിന്യ നിരക്ക് കുറയ്ക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, ഭക്ഷണ സുരക്ഷയും സാമ്പത്തിക ലാഭവും ഉറപ്പാക്കുക എന്നിവയുടെ ഭാഗമായാണ് പദ്ധതി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള ഈ അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജനുവരി 20 മുതൽ ആരംഭിക്കും. ഇന്ത്യൻ സ്കൂൾ ഡയറക്ട് ബോർഡിന് കീഴിൽ മസ്കത്തിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള 7 സ്കൂളുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുക. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ അഡ്മിഷൻ. മസ്കത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും 7 സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷനാണ് ജനുവരി 20 ആരംഭിക്കുക. ബാൽവദിക മുതൽ 9 വരെയുള്ള ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇന്ത്യൻ സ്കൂൾ വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അവസാന തീയതി ഫെബ്രുവരി 20. 2025 ഏപ്രിൽ 1 3 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും ബാൽവദിക പ്രവേശനത്തിന് അർഹതയുണ്ടാവുക. കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡന്റ് വിസ ആവശ്യമാണ്. വാദി കബീർ, ഗുബ്ര സ്കൂളുകളിലെ കേംബ്രിഡ്ജ് സിലബസ് അഡ്മിഷനും
ഓൺലൈനിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കണം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കത്തിലെ കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ലഭ്യമാണ്. അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ്. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ല. അഡ്മിഷൻ നടപടിക്രമങ്ങൾ, സീറ്റ് ഒഴിവുകളുടെ വിവരങ്ങൾ എന്നിവ പോർട്ടലിലൂടെ അറിയാൻ കഴിയും. മീഡിയ 1 മസ്കത്ത്. UAE-യിൽ പുതിയ കുടുംബ ഭദ്രതാ നിയമം പ്രഖ്യാപിച്ചു. പുതിയ നിയമപ്രകാരം വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സായിരിക്കും. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർക്ക് ശിക്ഷ നൽകുവാനും പുതിയ നിയമത്തിൽ വകുപ്പുകളുണ്ട്. ജീവിത പങ്കാളിയിൽ ആരെങ്കിലും ലഹരിക്ക് അടിമയാക്കുകയാണെങ്കിൽ വിവാഹമോചനം തേടാനും പുതിയ നിയമം അനുമതി നൽകുന്നു. കുടുംബ ഭദ്രതയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമമെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം മാതാപിതാക്കളെ ദ്രോഹിക്കുക, അവഗണിക്കുക, അവർക്ക് സാമ്പത്തിക സഹായം നൽകാതിരിക്കുക, അവരെ ഉപേക്ഷിക്കുക എന്നിവ കുറ്റകരമായിരിക്കും. പ്രായപൂർത്തിയാകാത്തവരുടെ സ്വത്ത് കയ്യേറുന്നതും അനുമതിയില്ലാതെ അവരുമായി യാത്ര നടത്തുന്നതും കുറ്റകരമായിരിക്കും. പിതൃസ്വത്ത്, രക്ഷകർതൃത്വം, ഒസ്യത്ത് തുടങ്ങിയ കേസുകളിൽ നടപടികൾ വേഗത്തിലാക്കും. നിയമപ്രകാരം വിവാഹിതരാകാനുള്ള പ്രായം 18 വയസ്സാക്കുന്നതോടൊപ്പം വിവാഹം നടത്തിക്കൊടുക്കാനുള്ള അവകാശം കോടതിക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങളും പുതിയ നിയമത്തിലുണ്ട്. ലഹരിക്കടിമയായ ജീവിത പങ്കാളിയിൽ നിന്ന് വിവാഹമോചനം നേടാൻ പുതിയ നിയമം അനുമതി നൽകും. 15 തികഞ്ഞ കുട്ടികൾക്ക് മാതാപിതാക്കളിൽ ആർക്കൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും പുതിയ നിയമം അനുവദിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. സൗദിയിൽ പെട്രോൾ പമ്പുകൾ പരിശോധന ശക്തമാക്കി. വാണിജ്യ മന്ത്രാലയം നിയമലംഘനം കണ്ടെത്തിയ 12 സ്റ്റേഷനുകൾ അടച്ചുപൂട്ടി. മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പമ്പുകൾക്കെതിരെയാണ് നടപടി. ഡിസംബറിൽ രാജ്യത്ത് 78 നഗരങ്ങളിലായി 1371 പെട്രോൾ പമ്പുകളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 152 പെട്രോൾ പമ്പുകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. കടുത്ത ലംഘനങ്ങൾ കണ്ടെത്തിയ 12 പെട്രോൾ പമ്പുകൾ അതോറിറ്റി അടച്ചുപൂട്ടുകയും ചെയ്തു. ഡീസൽ ലഭ്യമാക്കാതിരിക്കുക, ഡീസൽ വിൽപ്പന വിസമ്മതിക്കുക, ഡിജിറ്റൽ സ്ക്രീൻ പ്രദർശിപ്പിക്കാതിരിക്കുക തുടങ്ങി നിരവധി ലംഘനങ്ങൾ അതോറിറ്റി കണ്ടെത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ പെട്രോൾ പമ്പുകൾക്കെതിരെ പിഴയുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും. പെട്രോൾ പമ്പുകളിലോ സർവീസ് സെന്ററുകളിലോ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറിലോ ഖിദ്മത്ത് അൽ ഷുറക്ക എന്ന ആപ്പ് വഴിയോ ഉപഭോക്താക്കൾക്ക് അധികൃതരെ അറിയിക്കാമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. കുവൈത്ത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ട്രാൻസ് ഫാറ്റി ആസിഡുകൾ നിരോധിക്കുവാൻ ഒരുങ്ങുന്നു. മെയ് മാസത്തിൽ മുതൽ ഹൈഡ്രജനേറ്റ് ചെയ്ത കൊഴുപ്പ് നിയന്ത്രണം നടപ്പിലാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ തീരുമാനിച്ചതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉപഭോക്തൃ ആരോഗ്യ സുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ട്രാൻസ് ഫാറ്റുകൾ വ്യാപകമായി ആശ്രയിക്കുന്ന ഭക്ഷ്യ ഫാക്ടറികളെയാണ് നിയന്ത്രണം നേരിട്ട് ബാധിക്കുക. എന്നാൽ സസ്യ എണ്ണകൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറൻറ്റുകളെ ഈ നിയന്ത്രണം ബാധിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കി. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണ നിലവാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കുവൈറ്റിന്റെ പ്രതിബദ്ധതയെ ഈ തീരുമാനം കൂടുതൽ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തർ തീരത്തെ മത്സ്യസമ്പത്ത് കൂട്ടാനുള്ള പദ്ധതികളുമായി ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിനു കീഴിലുള്ള അക്വാട്ടിക് റിസർച്ച് സെന്റർ വളർത്തിയ മത്സ്യക്കുഞ്ഞുങ്ങളെ കടലിൽ നിക്ഷേപിച്ചു. വാണിജ്യ സാധ്യതകളുള്ള ഹമോർ, സീബ്രീം, ഷഹ്റ, സാഫി തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് അക്വാട്ടിക് റിസർച്ച് സെന്റർ പ്രജനനം നടത്തി നഴ്സറികളിൽ വളർത്തിയത്. കടലിലേക്ക് നിക്ഷേപിക്കാൻ വലുപ്പമായ കുഞ്ഞുങ്ങളെ പ്രത്യേക ടാങ്കറുകളിലാക്കിയാണ് എത്തിച്ചത്. ഇതര മത്സ്യങ്ങളുടെ ആക്രമണം നേരിടാൻ സാധ്യതയില്ലാത്ത സുരക്ഷിതമായ ഇടങ്ങളിലാണ് ഇവയെ നിക്ഷേപിച്ചത്. ഖത്തറിൽ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണ് അക്വാട്ടിക് റിസർച്ച് സെന്റർ. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയിലും സമുദ്ര ആവാസ വ്യവസ്ഥയിലും സ്വാധീനം ചെലുത്തുന്നതാണ് പുതിയ പദ്ധതി. സമുദ്ര ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നത് ഖത്തർ ദേശീയ വിഷന്റെ ഭാഗമാണ്. മീഡിയ 1 ദോഹ. മദീനയിലെ റൗദ ഷെരീഫിൽ സന്ദർശനത്തിനുള്ള വിലക്കുകൾ നീക്കി. ഓരോ 20 മിനിറ്റിലും അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇനി റൗദ സന്ദർശിക്കാം. നേരത്തെ ഇത് വർഷത്തിൽ ഒരു തവണ മാത്രമായിരുന്നു അനുവദിച്ചിരുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വർഷത്തിൽ ഒരു തവണ മാത്രമാണ് റൗള സന്ദർശിക്കാൻ ഒരാൾക്ക് പെർമിറ്റ് അനുവദിച്ചിരുന്നത്. ഈ നിയന്ത്രണത്തിലാണ് ഇളവ് വരുത്തിയത്. നുസുക്ക് ആപ്പിൽ ഇതിനായി ഇമ്മീഡിയറ്റ് പാത്ത് എന്ന പ്രത്യേക ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതുവഴി കൂടുതൽ തവണ സന്ദർശനത്തിന് അവസരം ലഭിക്കുമെന്നാണ് പ്രത്യേകത. പ്രവാചക പള്ളിയോടടുത്ത സ്ഥലങ്ങളിൽ എത്തിയതിനു ശേഷമാണ് ഈ ഓപ്ഷൻ വഴി പെർമിറ്റ് എടുക്കാൻ സാധിക്കുക.
നുസുക്ക് ആപ്പ് മാനേജ്മെന്റാണ് ഇക്കാര്യം വിശദീകരിച്ചത്. 10 മിനിറ്റാണ് ഓരോ ഗ്രൂപ്പുകൾക്കും റൗളയിൽ പ്രാർത്ഥനയ്ക്ക് അവസരമുള്ളത്. സന്ദർശനത്തിനെത്തുന്നവർ അരമണിക്കൂർ മുന്നേ റൗളക്കരികിൽ എത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. പ്രവാചക പള്ളിയിൽ നമസ്കരിക്കുന്നതിനും പ്രവാചക ഖബറിടം സന്ദർശിക്കുന്നതിനും പെർമിറ്റ് ആവശ്യമില്ല. പ്രവാചകൻ മദീനയിലെ മസ്ജിദിൽ പ്രഭാഷണം നടത്തിയ മിമ്പറിനും പ്രവാചകന്റെ ഖബറിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. ഇവിടെ നമസ്കരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമാണ് പെർമിറ്റ് ആവശ്യമുള്ളത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഖത്തറിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഡീലർമാരെ കാത്തിരിക്കേണ്ടതില്ല. വ്യക്തികൾക്ക് വാഹനങ്ങൾ നേരിട്ട് ഇറക്കുമതി ചെയ്യാമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി. ഇഷ്ടപ്പെട്ട മോഡൽ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇനി ഡീലർമാരെ കാത്തിരിക്കാതെ തന്നെ കമ്പനികളിൽ നിന്നും നേരിട്ട് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാം. വാഹന കമ്പനിയിൽ നിന്നോ ഡീലർമാരിൽ നിന്നോ വാറന്റിയും വിൽപ്പനാനന്തര സേവനങ്ങളും ഉറപ്പുവരുത്തണമെന്ന് മാത്രം. കാലതാമസമില്ലാതെ സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കണം. ഇത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഗൾഫ് സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം വാഹനം ഖത്തറിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടതെന്നും ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി. മീഡിയ 1, ദോഹ. ഖത്തർ എയർവേസിന്റെ സ്വകാര്യ ആഡംബര വിമാന ശ്രേണിയായ ഖത്തർ എക്സിക്യൂട്ടീവിലേക്ക് 2 ഗൾഫ് സ്ട്രീം വിമാനങ്ങൾ കൂടിയെത്തി. ഇതോടെ ഖത്തർ എക്സിക്യൂട്ടീവിന്റെ ആകെ വിമാനങ്ങളുടെ എണ്ണം 24 ഉയർന്നു. 4 ഗൾഫ് സ്ട്രീം G700 വിമാനങ്ങൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ എത്തിച്ചേരുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഗൾഫ് സ്ട്രീം ഖത്തർ എക്സിക്യൂട്ടീവിന്റെ പ്രീമിയം ബിസിനസ് ജെറ്റ് ശൃംഖലയിൽ ഭാഗമായത്. സൗദിയിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ റിയാദ്, പടിഞ്ഞാറൻ കിഴക്കൻ പ്രവിശ്യകളിൽ മഴയ്ക്കും ശീതക്കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടങ്ങളിൽ പുറപ്പെടുവിച്ച റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ തബൂക്ക്, അസീർ, മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. ഒപ്പം ശീതക്കാറ്റും അനുഭവപ്പെടും. തബൂക്ക്, മക്ക, മദീന ഭാഗങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാത്രിയിലും പുലർച്ചെയും ശക്തമായ മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതായും അറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. തബൂക്ക്, അൽജോഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഹായിൽ എന്നിവിടങ്ങളിൽ താപനില ഇനിയും കുറയും. ഇതിന്റെ പ്രതിഫലനം റിയാദ്, അൽഖസീം ഭാഗങ്ങളിലും അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ന്യൂനമർദ്ദനത്തിന്റെ ഭാഗമായി ഒമാന്റെ ചില ഭാഗങ്ങളിൽ നാളെ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ഗവർണറേറ്റുകളിലാണ് മഴയ്ക്ക് സാധ്യത. സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രവചിക്കുന്നത് മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. കുവൈത്തിൽ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധന ശക്തമാക്കുന്നു. സുരക്ഷാ ചട്ടങ്ങളും അഗ്നിശമന നിയന്ത്രണങ്ങളും പാലിക്കാത്ത കെട്ടിടങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അഗ്നിശമന സേനാ മേധാവി മേജർ ജനറൽ തലാവ് മുഹമ്മദ് അൽ റൌമി അറിയിച്ചു. ജീവനക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത്. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഫീൽഡ് പരിശോധനകൾ തുടരുമെന്നും പൊതുസുരക്ഷയെ ഭീഷണിയാകുന്ന തരത്തിൽ നിയമലംഘനങ്ങൾ ഒരിക്കലും അവഗണിക്കരുതെന്നും അൽ റൌമി നിർദ്ദേശിച്ചു. കെട്ടിട ലൈസൻസുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. നിയമലംഘനങ്ങൾക്കെതിരെയും കെട്ടിടങ്ങൾ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി ഗോദാവർത്തി വെങ്കട ശ്രീനിവാസിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ 1993 ബാച്ചുകാരനാണ്. നിലവിൽ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ജോലി ചെയ്തു വരികയാണ്. കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന നിലവിലെ അംബാസഡർ അമിത് നാരങ്ങിന്റെ ഒഴിവിലേക്കാണ് ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് എത്തുന്നത്. ശ്രീനിവാസ് ഉടൻ ചുമതലയേൽക്കും. പ്രവാസി ഭാരതീയ ദിവസിൽ ഒമാനിൽ നിന്ന് പങ്കെടുക്കുന്നവരുടെ സംഗമം നടന്നു. ഇന്ത്യൻ എംബസിയിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒമാനിലെ വിദേശ ഇന്ത്യക്കാർ നൽകിയ സംഭാവന അദ്ദേഹം എടുത്തു പറഞ്ഞു. ജനുവരി 8 മുതൽ 10 വരെ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ നടക്കുക.
മുൻ ഖത്തർ ഉപർ പ്രധാനമന്ത്രിയും പ്രതിരോധ സഹമന്ത്രിയുമായിരുന്ന ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അദേയ്ക്ക് പ്രധാനമന്ത്രി റാങ്ക് നൽകിക്കൊണ്ട് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ധാനിയുടെ ഉത്തരവ്. അമീറിന്റെ ആദരവ് എന്ന നിലയിലാണ് പ്രധാനമന്ത്രി പദവി സമ്മാനിച്ചത്. കഴിഞ്ഞ നവംബറിൽ നടന്ന പുനഃസംഘടനയിലാണ് ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അദേയ്യെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയത്. ഇതോടൊപ്പം എഞ്ചിനീയർ ഈസ ബിൻ ഹിലാൽ അൽ ഗുഫേരിയെ സഹമന്ത്രിയായി നിയമിക്കുവാനും ഉത്തരവായി. കുവൈത്തിലെ ജഹ്റയിൽ നിയന്ത്രണം വിട്ട കാർ പോലീസ് പെട്രോളിംഗ് വാഹനത്തിലിടിച്ചു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പോലീസ് പെട്രോളിംഗ് വാഹനത്തിലേക്ക് സ്വകാര്യ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. കാറിനുള്ളിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പോലീസ് പെട്രോളിംഗ് വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. സ്വകാര്യ കാറിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒമാനിലെ നിസ്വ വിലയത്തിൽ പരീക്ഷണയോട്ടത്തിനൊരുങ്ങി മുവാസലാത്ത്. ജനുവരി 11 മുതൽ 31 വരെയുള്ള പരീക്ഷണയോട്ടത്തിന് 8 മുവാസലാത്ത് ബസ്സുകൾ 10 മിനിറ്റ് ഇടവേളയിൽ 110 ട്രിപ്പുകൾ നടത്തും. ഒരു ബസ്സിൽ 60 പേർക്ക് യാത്ര ചെയ്യാനാകും. ദാഖലിയ ഗവർണറേറ്റുമായി സഹകരിച്ചാണ് മുവസലാത്ത് പരീക്ഷണോട്ടത്തിന് ഒരുങ്ങുന്നത്. പൊതുഗതാഗത സംവിധാനത്തിന്റെ നവീകരണം ലക്ഷ്യം വെച്ചാണ് മുവസലാത്തിന്റെ പുതിയ നീക്കം. പൗരന്മാർക്ക് യാത്ര സൗജന്യമായിരിക്കും. ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനുള്ള കരട് നിർദ്ദേശത്തിന് ഖത്തർ മന്ത്രിസഭയുടെ അംഗീകാരം. നിക്ഷേപകരെ ആകർഷിക്കുവാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഒതുങ്ങുന്ന തരത്തിലാകും നിയമനിർമ്മാണം. രാജ്യത്ത് സെൻസസ് നടത്താനുള്ള കരട് നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വർഷം തന്നെ സെൻസസ് നടത്തും. KMCT എഞ്ചിനീയറിംഗ് കോളേജ് അലൂമിനി സംഘടിപ്പിക്കുന്ന എഞ്ചിനീയേഴ്സ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് നിർണയം പൂർത്തിയായി. ജനുവരി 12 നടക്കുന്ന ടൂർണമെന്റിൽ വിവിധ വിഭാഗങ്ങളിലായി 40ഓളം ടീമുകൾ മാറ്റുരയ്ക്കും. എഞ്ചിനീയേഴ്സ് പ്രീമിയർ ലീഗിന്റെ 2024-2025 സീസണിലെ 4ാമത്തെ ടൂർണമെന്റിനാണ് ഷാർജ പെയിന്റ്ബോൾ പാർക്ക് വേദിയാകുന്നത്. ചൊവ്വാഴ്ച നടന്ന ഗ്രൂപ്പ് നിർണയത്തോടെ ടീമുകൾ മത്സരങ്ങൾക്കായി സജ്ജമായി. ക്ലാസിക് വിഭാഗത്തിൽ മത്സരിക്കുന്ന 32 ടീമുകൾക്ക് പുറമെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 7 ടീമുകളും പന്തുതട്ടും. വനിതകൾക്കും കുട്ടികൾക്കും ഷൂട്ടൌട്ട് മത്സരവും നടക്കും. ക്രിക്കറ്റ് പ്രേമികൾക്കായി ബോൾ ഔട്ട് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. കീൻ കോപ്പ പന്തൽച്ച എന്നാണ് ടൂർണമെൻറ്റ് നമ്മൾ പേര് വെച്ചിരിക്കുന്നത്. അപ്പം 600ഓളം പ്ലേയേഴ്സ് പങ്കെടുക്കുന്ന ഒരു 2500-ലധികം കൂടുതൽ സ്പെക്ടേറ്റേഴ്സ് വരുന്ന ഒരു മെഗാ ഇവൻ്റാണ് ഇത്. ഫുട്ബോളിൽ നിന്നും മോറോവർ ലൈക്ക് ഒരു ഫാമിലി ഇവൻ്റായിട്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ടുവരികയാണ്. ഓരോ വർഷവും എഞ്ചിനീയേഴ്സ് പ്രീമിയർ ലീഗ് നമ്മുടെ ഇമ്പ്രൂവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ വർഷത്തെ എഞ്ചിനീയേഴ്സ് പ്രീമിയർ ലീഗിൻ്റെ പ്രത്യേകത, നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഡിജിറ്റലൈസ്ഡ് ടൂർണമെൻറ്റിലേക്ക് പോവാണ്, പേപ്പർലെസ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാൻറ്റസി പ്രീമിയർ ലീഗ് എന്നുള്ള രീതിയിൽ ഒരു കീൻ കോപ്പ ഫാൻറ്റസി പ്രീമിയർ ലീഗ് ഡ്രീം 7 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദുബായിൽ വർക്ക് ചെയ്യുന്ന ഫുട്ബോളിനോട് ഇപ്പോഴും സ്നേഹമുള്ള, ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ള കുറേ എഞ്ചിനീയേഴ്സ് കളിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. 2009 മുതലാണ് EPL എന്ന് പറഞ്ഞൊരു ഫ്രെറ്റേണിറ്റി തുടങ്ങുന്നത്. നമ്മളുടെ കോളേജും 2016 മുതൽ EPLൻ്റെ ഭാഗമാണ്. അപ്പം ഇറ്റ് ഈസ് എ മെഗാ ഇവൻറ്റ് ഫോർ എഞ്ചിനീയേഴ്സ്. ഇറ്റ് ഈസ് എ മെഗാ ഇവൻറ്റ് ഫോർ ദ ഫാമിലീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. ഇങ്ങനെ ഒരു ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രെറ്റേണിറ്റി, ഒരു കമ്മ്യൂണിറ്റി ഇത്രയും വലിയൊരു ഗ്യാതറിങ്ങിൽ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല ദുബായിൽ. സോ ദാറ്റ്സ് വൈ ദിസ് EPL ആസ് എ ഹോൾ ആൻഡ് ദിസ് ടൂർണമെൻറ്റ് ഇസ് സ്പെഷ്യൽ. നറുക്കെടുപ്പിൽ 39 ടീമുകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കീൻ ഭാരവാഹികളായ ഷിനാൻ, ഷിഹാബ്, മാജിദ, റഹീസ്, നിഹാദ് എന്നിവർ നറുക്കെടുപ്പ് നിയന്ത്രിച്ചു. ടൂർണമെന്റ് ദിവസം നാട്ടോർമ്മകളുമായി കാർണിവൽ ഏരിയയും സംഘാടകർ ഒരുക്കുന്നുണ്ട്. മീഡിയ 1 ദുബൈ. ഒരുമ അംഗങ്ങൾക്ക് ആകർഷകമായ ആനുകൂല്യങ്ങളുമായി സിറ്റി ക്ലിനിക് കുവൈത്ത്. ഒരുമ അംഗങ്ങൾക്ക് കൺസൾട്ടേഷന് 50%, ലാബ് ടെസ്റ്റുകൾ, റേഡിയോളജി, ഫാർമസി എന്നിവയിൽ പ്രത്യേക ഇളവുമാണ് ലഭിക്കുക. ഫഹാഫിൽ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ സിറ്റി ക്ലിനിക് മാനേജ്മെന്റ് ഒരുമ ഭാരവാഹികളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഡിസംബർ 6 തുടങ്ങിയ ക്യാമ്പയിൻ 2 മാസം നീണ്ടു നിൽക്കും. കേരള ഇസ്ലാമിക് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതിയായ ഒരുമയിൽ 2.5 ദിനാർ നൽകി എല്ലാ മലയാളികൾക്കും അംഗത്വമെടുക്കാം. അംഗമായിരിക്കെ മരണപ്പെടുന്ന വ്യക്തിയുടെ നോമിനിക്ക് 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ധനസഹായം ലഭിക്കും. സിറ്റി ക്ലിനിക് മാനേജ്മെന്റ് പ്രതിനിധികളായ സതീഷ്, മഞ്ചപ്പ, നിതിൻ, ജഗന്നാഥ്, മിലൻ, ജലീൽ, അഹമ്മദ് ഒരുമ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഹ്രസ്വ സന്ദർശനാർത്ഥം കുവൈത്തിലെത്തിയ പാറക്കടവ് ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററി ഭാരവാഹികൾക്ക് കുവൈത്ത് KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് EK റഫീഖ് അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള മാവിലായി യോഗം ഉദ്ഘാടനം ചെയ്തു. M ഉസ്മാൻ, പ്രൊഫസർ അബ്ദുൾ നാസർ, കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, ഗഫൂർ വയനാട്, മുഹമ്മദ് കള്ളാട്, ഇക്ബാൽ ചീരങ്കണ്ടി എന്നിവർ പ്രസംഗിച്ചു.
കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈത്ത് 46ാമത് കേന്ദ്ര വാർഷിക സമ്മേളനം ജനുവരി 24-ന് അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ നടക്കും. സമ്മേളന നടത്തിപ്പിന് സ്വാഗത സംഘം രൂപീകരിച്ചു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ കലാപ്രസിഡന്റ് അനൂപ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സജി തോമസ് മാത്യു സമ്മേളന നടത്തിപ്പിനെക്കുറിച്ച് വിശദീകരണം നൽകി. സ്വാഗത സംഘം ചെയർമാനായി സണ്ണി സൈലേഷിനെയും ജനറൽ കൺവീനറായി സജി തോമസ് മാത്യുവിനെയും വിവിധ സബ് കമ്മിറ്റിയുടെ ചുമതലക്കാരെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. സൗദിയിലെ കണ്ണൂർ ജില്ലാ KMCCയുടെ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കാനിരിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഈ മാസം 16-ന് തുടക്കമാകും. ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് അരങ്ങേറുക. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് തസ്വീദ് എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കമായത്. 6 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഇതുവരെ പൂർത്തിയായത് ക്രിക്കറ്റ് ടൂർണമെന്റ്, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഫെസ്റ്റ്, ലേഡീസ് ഫെസ്റ്റ്, PRP കോഴ്സ് എന്നീ പരിപാടികളായിരുന്നു. റിയാദ് കണ്ണൂർ ജില്ലാ KMCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂരായിരുന്നു. ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ്, ഐക്യസമ്മേളനം, ബിസിനസ് മീറ്റ്, ഇഫ്താർ മീറ്റ്, കണ്ണൂർ ഫെസ്റ്റ്, സമൂഹ വിവാഹം എന്നിവയാണ് വരും ദിവസങ്ങളിൽ അരങ്ങേറുക. ഇനിയിപ്പോ ഈ വരുന്ന 16-17 തീയതികളിൽ റിയാദിലെ വ്യത്യസ്തമായ ടീമുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് നടക്കാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതൊരു ഇന്റർനാഷണൽ അടിസ്ഥാനത്തിലുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബാഡ്മിന്റൺ ടൂർണമെന്റാണ്. വലിയ പ്രൈസ് മണിയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ രാഷ്ട്രീയപരമായി നമ്മുടെ പ്രവർത്തകന്മാർക്കും സംഘടനാ പ്രവർത്തകന്മാർക്കും ഉണ്ടാകേണ്ട ഗുണങ്ങളൊക്കെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ് ഫെബ്രുവരിയിൽ നടത്താൻ പോവുകയാണ്. വൺഡേ ക്യാമ്പ്. ജനുവരി 16-17 തീയതികളിൽ നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ 300-ലധികം അന്തർദേശീയ ബാഡ്മിന്റൺ പ്ലെയേഴ്സ് അണിനിരക്കും. എക്സിറ്റ് 18-ലെ ഗ്രീൻ ക്ലബ്ബിൽ വെച്ചായിരിക്കും മത്സരങ്ങൾ. സിംസാറുൽ ഹഖ് ഉദവി, ഹുസൈൻ മടവൂർ, KM ഷാജി തുടങ്ങിയവരായിരിക്കും ഐക്യ സമ്മേളനത്തിന് നേതൃത്വം നൽകുക. ഇതോടനുബന്ധിച്ച് റാഷിദ് ഗസാലിയുടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്. അത് നമ്മുടെ പ്രവർത്തകരെ നാളെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് മികവ് വരുത്താൻ, കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇതോടനുബന്ധിച്ച് ഞങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സഹായങ്ങളെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബിസിനസ് ട്രെയിനർ റാഷിദ് ഗസാലി ബിസിനസ് മീറ്റ് നിയന്ത്രിക്കും. ഫെബ്രുവരി 14-ന് നടക്കാനിരിക്കുന്ന ബിസിനസ് മീറ്റിൽ 50-ലധികം വ്യാപാരികൾ പങ്കെടുക്കും. മാർച്ച് 7 വെള്ളിയാഴ്ചയായിരിക്കും ഇഫ്താർ മീറ്റ് ഒരുക്കുക. സമൂഹ വിവാഹം, ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള കണ്ണൂർ ഫെസ്റ്റ് എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമാകും. VK മുഹമ്മദ്, മുക്താർ PTP, അൻവർ ബാരം തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മസ്കത്തിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. തൃശൂർ പാറളം സ്വദേശി ഷിജിത്താണ് മരിച്ചത്. മസ്കത്ത് ഗൗല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം KMCCയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. സൗദിയിലെ ദമാമിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. തൃശൂർ തൈക്കാട് സ്വദേശി തൽഹത്ത് വലിയകത്താണ് മരിച്ചത്. ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. 2 വർഷമായി അൽഗോബറിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൃതദേഹം ലോക കേരള സഭാംഗം നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കളും കമ്പനി അധികൃതരും അറിയിച്ചു. കറൻസി വിനിമയ നിരക്കുകൾ. സൗദി റിയാൽ 22 രൂപ 89 പൈസ, UAE ദിർഹം 23 രൂപ 39 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 59 പൈസ, ഒമാൻ റിയാൽ 223 രൂപ 14 പൈസ, കുവൈത്ത് ദിനാർ 278 രൂപ 69 പൈസ, ബഹ്റൈൻ ദിനാർ 227 രൂപ 93 പൈസ. പ്രവാസ ലോകത്തെ കാലാവസ്ഥ നോക്കാം. UAE പരിശോധിക്കുമ്പോൾ ദുബായിൽ കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസുമാണ്. അബുദാബിയിൽ 14 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ദോഹയിൽ കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസുമാണ്. ബഹ്റൈൻ മനാമയിൽ പരിശോധിക്കുമ്പോൾ കൂടിയ താപനില 20 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസുമാണ്. ദുബായിൽ 10 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില, കൂടിയ താപനില 18 ഡിഗ്രിയാണ്.